ടോപ്പിക്കാണ് സെഷൻ ആൻഡ് കുക്കീസ്. നമ്മളെല്ലാത്തിലും കേട്ടിട്ടുണ്ടാവില്ലേ, എന്താണ് സെഷൻ, എന്താണ് കുക്കീസ്. നമുക്കിപ്പോൾ കുറച്ച് ഡേറ്റാസ്, ഒരു യൂസറിൻ്റെ കുറച്ച് ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രീ വിസിറ്റർ, നേരത്തെ കയറിയിട്ടുണ്ടൊരു യൂസർ, അപ്പോൾ ആ യൂസറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടിനെയാണ് നമ്മൾ കുക്കി എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഫസ്റ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അവിടെ കൊടുക്കുമ്പം അവരിപ്പോൾ ഡോക്ടറിന് അപ്പോയിൻമെൻ്റ് ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കണിൻ്റെ ബേസിസിലായിരിക്കും നമ്മളെ അങ്ങോട്ട് അകത്തോട്ട് വിളിക്കുന്നതില്ലേ. അപ്പോഴ് ഒരാൾ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കുമ്പോൾ ആ ആൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടോക്കൺ അവിടെ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോഴെന്താണ്, നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത്. ആ സെഷൻ്റെ ബേസിക്കിൽ നമുക്ക് തന്നതാണ് കുക്കീസ്. അപ്പോഴീ ഒരു നമ്മൾ ടോക്കണും കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളുടെ ഫയലും അവിടെ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരാൾക്ക് മനസ്സിലാവും ഇത് നേരത്തെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുള്ള ഒരാളാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ളും ആ സെഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുക്കീസ് അവിടെ മേടിച്ച് വെക്കും, ആ ടോക്കൺ അവിടെ മേടിച്ച് വെക്കും. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അടങ്ങിയതിനെയാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഡീറ്റെയിൽസിൻ്റെ ബേസിക്കിൽ ഒരു കുക്കി അവിടെ പോയി സ്റ്റോറായി വെക്കുന്നുണ്ട്. ആ കുക്കിയുടെ ബേസിക് പിന്നെയും നമ്മളവിടെ കയറുമ്പോൾ ആ കുക്കിയുടെ ബേസിക്കിലായിരിക്കും നമ്മൾ സെഷനിൽ പോയി നമ്മൾ സ്റ്റോർ ചെയ്ത് നമ്മൾ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഒരു കണക്ഷൻ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ടൊരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു സെഷൻ സ്റ്റോർ ആവുന്നു. ആ സെഷൻ ID വെച്ചിട്ട്, ലോഗിൻ ചെയ്യുന്ന ടൈമിലുള്ള സെഷൻ ID വെച്ചിട്ട് അവിടെ ഒരു കുക്കി, ഇപ്പം നിങ്ങളുടെ പേരിലായിരിക്കും, ഇല്ലെങ്കിൽ നെയിം ID-യിലായിരിക്കാം, ആ ഒരു ബേസിൽ അവിടെ ഒരു കുക്കി സേവ് ആവുന്നുണ്ട്. ഓരോ സെഷൻ്റെ ബേസിക്കിലായിരിക്കും ആ ഒരു കുക്കി അവിടെ സ്റ്റോർ ആവുന്നത്. പിന്നെ നിങ്ങളവിടെ ഒന്നും കൂടെ കയറുമ്പോഴത്തേക്കും അവിടെ റിക്വസ്റ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും, കുക്കിക്കായിട്ടായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ആരാ, നമ്മളാണ് ക്ലയൻറ്റ്. സെർവർ നമ്മളെ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു സെക്ഷൻ സ്റ്റോർ ആവുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കുക്കി ക്ലയൻറ്റിന് കിട്ടുന്നു. അപ്പോഴേ നമ്മൾ റിക്വസ്റ്റ് ആ ഒരു കുക്കി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചെക്ക് ചെയ്യുവാണ്, ഈ കുക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ നമ്മളുടെ സെർവറിൽ സേവ് ആണോ. അങ്ങനെ സേവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ക്ലയൻറ്റിന് കിട്ടും. ഓക്കെ, ഇതാ നമ്മളുടെ പ്രോജക്റ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒരു വെബിൽ കയറി റിക്വസ്റ്റ് കൊടുക്കുന്നു, അതനുസരിച്ചിട്ട് സെർവറിലെല്ലാം സ്റ്റോറായിട്ട് സെർവറിൽ നിന്നൊരു കുക്കി സെൻഡ് ആവുന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ കയറുമ്പോഴത്തേക്കും ആ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കുക്കിയുടെ ബേസിക്കിലായിരിക്കും നമ്മളുടെ ആ ഡീറ്റെയിൽസ് സെർവറിൽ നിന്നും ക്ലയൻറ്റിന് കിട്ടുന്നത്. ഇതാണ് നമ്മൾ സെഷനും കുക്കി എന്ന് പറയുന്നത്. സെഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മളുടെ ഡേറ്റാസ്, അത് നേരത്തെ വിസിറ്റ് ചെയ്ത ബേസിക്കലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ആ ഒരു ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഡേറ്റാസ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ സെഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ പാർട്ട്, ഇപ്പം അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു യൂസർ കയറുമ്പോൾ ആ ആൾ തന്നെയാണോ എന്ന് തിരിച്ചറിയുന്ന ഒരു പാർട്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ് കുക്കീസിലുള്ളത്.